കോഷി ഇൻ്റഗ്രൽ തിയറം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ക്യൂബ് മൈനസ് സെഡ് പ്ലസ് 1 ഇൻറ്റു ഡി സെഡ് വേർ സി ഈസ് ദി യൂണിറ്റ് സർക്കിൾ. ഈ മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളാണ്. മോഡ് സെഡ് ഈക്വൽ ടു 2 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് 2 ആണ്. മോഡ് സെഡ് ഈക്വൽ ടു 3 ആണെങ്കിൽ റേഡിയസ് 3. ഓക്കെ, അപ്പോൾ റേഡിയസ് 1 ആണെങ്കിൽ അതിനെ പറയുന്നതാണ് മോഡ് സെഡ് ഈക്വൽ ടു 1. ഇനി മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററാണ് എ എന്ന് പറഞ്ഞ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനാണ്, റേഡിയസ് 1 ആണ്. അതിനാണ് മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഗിവൺ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് മൈനസ് സെഡ് പ്ലസ് 1 വിച്ച് ഈസ് എ പോളിനോമിയൽ. പോളിനോമിയൽ ആണെങ്കിൽ അതെന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസും ആയിരിക്കും. അപ്പോൾ പോളിനോമിയൽ ഫങ്ഷൻസ് എല്ലാം അനലിറ്റിക്കാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കോഷി ഇൻ്റഗ്രൽ തിയറം അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇ റേസ് ടു സെഡ്, സൈൻ സെഡ്, കോസ് സെഡ്, സെഡ് റേസ് ടു എൻ പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെ എല്ലാം ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആണ്. ത്രൂ എ സർക്കുലർ റീജിയൻ. അവിടെ റീജിയൻ നോക്കണം, അല്ലെങ്കിൽ പാത്ത് നോക്കണം. പാത്ത് എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇൻ്റഗ്രൽ ഓവർ സി സെഡ് ഡിവൈഡ് ബൈ സെഡ് പ്ലസ് 5 ഡി സെഡ് വെർ സി ഈസ് ദി യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്തുണ്ട്? ഡിനോമിനേറ്റർ ഉണ്ട്. ഡിനോമിനേറ്റർ 0 ആവാത്ത ബാക്കി പോയിൻറ്റ്സിലൊക്കെ അനലിറ്റിക്കാണ് 0 ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് അവിടുന്ന് ആ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് ഇൻസൈഡ് റീജിയൻ ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഇൻ്റഗ്രൽ വാല്യൂ ഉണ്ടായിരിക്കും. കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഔട്ട്സൈഡ് ദി റീജിയൻ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്റർ ടൈം നമുക്ക് കിട്ടുന്നത് സെഡ് പ്ലസ് 5 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് സെഡ് പ്ലസ് 5 അല്ലേ? സെഡ് പ്ലസ് 5 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു മൈനസ് 5. സെഡ് ഈക്വൽ ടു മൈനസ് 5. But our closed region is unit circle. Mod z equal to 1. യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്ര വരെ മാക്സിമം വരാൻ പറ്റുള്ളൂ? 1 വരെ വരാൻ പറ്റുള്ളൂ. ഈ മൈനസ് 5 എന്ന് പറഞ്ഞ റേഡിയസ് ഇൻറ്റീരിയർ ആയിരിക്കും, എക്സ്റ്റീരിയർ ഇൻസൈഡ് ദ റീജിയൻ ആണോ ഔട്ട്സൈഡ് ദ റീജിയൻ ആണോ വരിക? ഷുവർ, ഇറ്റ്സ് ഔട്ട്സൈഡ് ദ റീജിയൻ. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റർഗ്രൽ വാല്യൂ എന്ത് തന്നെ വരും? 0 തന്നെ വരും. അപ്പോൾ അത് ഔട്ട്സൈഡ് ദ റീജിയൻ ആണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം. ഡിനോമിനേറ്റർ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടാൻ സെഡ് അങ്ങനെയുള്ളതൊന്നും ഡയറക്റ്റ് ഡിനോമിനേറ്റർ കാണുന്നുണ്ടാവില്ല, പക്ഷേ അതിനെ മാറ്റി എഴുതിയിട്ട് ഡിനോമിനേറ്റർ എടുക്കണം. ടാൻ എന്ന് വരുമ്പോൾ സൈൻ ബൈ കോസ് അല്ലേ, അങ്ങനെ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിക്കുക, അല്ല വർക്കൗട്ട് ചെയ്യുക. ദെൻ ആ പോയിൻ്റ് സെഡ് ഈക്വൽ ടു കണ്ടുപിടിക്കുക. ആ പോയിൻ്റ് ഇൻസൈഡ് ആണെങ്കിൽ കോഷി 4 വെച്ചിട്ട് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. ഔട്ട്സൈഡ് ദ റീജിയൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 ആയിരിക്കും.